ഉത്തരം പറയുക. സുന്നി വിഭാഗത്തുനിന്ന് ചോദ്യം ചോദിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീൻ. അമ്മാ ബഅദ്. ഇതുവരെ മുജാഹിദ് പക്ഷം ചോദിച്ച ചോദ്യങ്ങൾക്ക് സുന്നി പക്ഷം നൽകിയ മറുപടി അല്പം പോലും ശ്രദ്ധിക്കാതെ തങ്ങളുടെ ചോദ്യം ഇങ്ങനെ ആവർത്തിച്ച് ചോദ്യത്തിലേക്ക് എത്തിയില്ല എന്ന് മൗലവി സാഹിബ് പലവട്ടം പറയുകയുണ്ടായി. സത്യത്തിൽ ഞങ്ങളിവിടെ പറയുന്നത് ചോദ്യമല്ല, മറുപടിയാണ്. അതുകൂടി മൗലവി സാഹിബ് ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് സത്യം. അദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയാണ്, ചോദ്യത്തിലേക്ക് എത്തിയില്ല. ഞങ്ങൾ മറുപടിയിലാണുള്ളത് സാഹിബേ, അല്ലാതെ ചോദ്യത്തിലല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, സമധികത്ത് തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ രണ്ടായത്ത് ഓതി, കാമ പറഞ്ഞില്ല. കാമ അതിനെക്കുറിച്ച് പറഞ്ഞില്ല. പരിശുദ്ധ ഖുർആനിൽ ഓതിയ ആയത്ത് ഖുൽ ലൗ കാന മഅഹു ആലിഹത്തുൻ കമാ യഖൂലൂന ഇദൽ ലബ്തഗൂ ഇലാ ദിൽ അർശി സബീല എന്ന പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്രായിലെ 42ാമത്തെ ആയത്ത് ഓതിയിട്ട് കാമ പറഞ്ഞില്ല. ഇദൽ ലബ്തഗൂ എന്ന സമദിയത്ത് ഉണ്ടോ എന്ന് ചോദിച്ച് മൗലവി ഒറ്റ മുങ്ങിയത്. മൗലവി സാഹിബെ, സമദിയത്ത് എന്ന പദം ഇങ്ങനെ ഖുർആനിൽ പറയണം എന്നല്ല ഞങ്ങൾ പറയുന്നത്. ആ പദം ഇങ്ങനെ കാണുക, സ്വമദിയത്ത് എന്ന പദം ഇങ്ങനെ കാണുക എന്നല്ല. നിങ്ങൾക്ക് പഠിച്ചിട്ടില്ല എന്താണ് സ്വമദിയത്ത്, സ്വയം കഴിവ്. നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ഇതൊക്കെ പഠിപ്പിക്കും. ഞങ്ങൾ മുഖാമുഖത്തിൽ വെച്ചുകൊണ്ട് പഠിപ്പിക്കുന്നത് പോലെ ഇൻഷാ അല്ലാഹ് ഈ വാദപ്രതിവാദം കഴിയുന്നതിന് മുമ്പ് ഓരോ കാര്യവും ഞങ്ങൾ പഠിപ്പിക്കും ഇൻഷാ അല്ലാഹ്. സ്വമദിയത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ പദം ഇങ്ങനെ പറയുക എന്നല്ല മൗലവി, സ്വന്തമായ ഉപകാരോപദ്രവങ്ങൾ ചെയ്യാനുള്ള കഴിവ് എന്നാണ്. അതിനാണ് ഞങ്ങൾ ആയത്ത് ഓതിയത്. ആയത്ത് വേണോ, ഉദ്ധരണി വേണോ? ഞങ്ങളുടെ കയ്യിൽ ഇനിയുമുണ്ട്. പക്ഷെ ഓതിയതിനെ കുറിച്ച് രണ്ടായത്ത് ഓതി നിങ്ങൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. രണ്ട് ഉദ്ധരണി ഞങ്ങൾ പറഞ്ഞു, പറയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങളുടെ ചോദ്യത്തിന്റെ സമയമായതുകൊണ്ട് ഞങ്ങൾ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ ഇവിടെ പറഞ്ഞു വിഷയാവതരണത്തിൽ. എന്തായിരുന്നു വിഷയാവതരണത്തിൽ പറഞ്ഞിരുന്നത്? പ്രാർത്ഥന. നമ്മുടെ സംവാദത്തിലെ വിഷയം തന്നെ അതാണല്ലോ. പ്രാർത്ഥന എന്താണ്? പ്രാർത്ഥനയെ കുറിച്ച് മൗലവി സാഹിബ് അരമണിക്കൂർ ഇവിടെ പ്രസംഗിച്ചു. വിഷയാവതരണം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. വഖാല റബ്ബുക്കും ഉദ്ഉനി ലാ തദ്ഉ എന്ന് പറഞ്ഞു കുറെ ആയത്തോതി എന്നല്ലാതെ എന്താണ് നമ്മുടെ തർക്കത്തിലിരിക്കുന്ന പ്രാർത്ഥന എന്ന് മൗലവി സാഹിബ് വിശദീകരിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് എല്ലാവർക്കും അറിയില്ലേ? എത്ര സുഖ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ലേ? എല്ലാവർക്കും അറിഞ്ഞ് ഈ തർക്കം ഉണ്ടാവും ഇവിടെ. മൗലവി നിങ്ങൾ എവിടുന്നാ വരുന്നത്? നിങ്ങളതൊക്കെ മുജാഹിദ് നിങ്ങളുടെ അനുയായികളോട് പറയാന്നല്ലാതെ ഞങ്ങളോട് എങ്ങനെ പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഒന്നാമത്തെ ചോദ്യം ഞങ്ങൾ ചോദിക്കുന്നത്, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾ വിശദീകരിക്കണം. പ്രാർത്ഥന എന്ന് തർക്കത്തിലിരിക്കുന്ന പ്രാർത്ഥന കൊണ്ട് എന്താണ് നിങ്ങൾ വിവക്ഷിക്കുന്നത് എന്ന് നിങ്ങൾ വിശദീകരിക്കണം. ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഞങ്ങൾ ഇവിടെ പറഞ്ഞു പ്രാർത്ഥന എന്നത് ഭാഷാപരമായി ആരാധനയുടെ പരിധിയിൽ പെടുന്നതുമുണ്ട്, പെടാത്തതുമുണ്ട്. ഇവിടെ ചർച്ചാ വിഷയമായ ഇസ്തിഗാസ എന്നത് ആരാധനയുടെ പരിധിയിൽ പെടുന്ന പ്രാർത്ഥന എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആരാധനയുടെ പരിധിയിൽ പെടാത്തതാണോ? നിങ്ങൾ വിശദീകരിക്കണം. രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം വളരെ വലിയ ഒരു ചോദ്യമാണ്, ഒരു വിഷയമായി നിങ്ങൾ ഇവിടെ പറഞ്ഞു വിഷയാവതരണത്തിൽ. എന്താ പറഞ്ഞത്? മക്കയിലെ മുശ്രിക്കുകൾക്ക് സുന്നികളെ പോലെ അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു. മക്കയിലെ മുശ്രിക്കുകൾ ചെയ്യുന്ന പണിയാണ് സുന്നികൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ അത് പറയണം. എന്നിട്ട് കഴിഞ്ഞ 80 വർഷക്കാലം നിങ്ങൾ സുന്നികളെ കാഫിറാക്കുകയും മുശ്രിക്കാക്കുകയും ചെയ്തിട്ടില്ല എന്നും നിങ്ങൾ പറഞ്ഞു. ഇത് രണ്ടും കൂടി ജനങ്ങളൊന്ന് കേൾക്കട്ടെ. ഇപ്പോഴും നിങ്ങൾ പറയുന്നത് എന്താ? മുശ്രിക്കാണ്, കാഫിറാണ് എന്നാണ്. ഞങ്ങളുടെ മൂന്നാമത്തെ ചോദ്യം ചോദിക്കുന്നു, മക്കയിലെ മുശ്രിക്കുകൾ കാഫിറുകൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. മൗലവി ചോദ്യം ശ്രദ്ധിക്കണം. അതിന് ഖുർആനിൽ തെളിവുണ്ടോ, ഹദീസിൽ തെളിവുണ്ടോ? നിങ്ങൾ ഈ കാര്യം സമർത്ഥിക്കണം. അള്ളാഹുവിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച, മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ, ഖുർആൻ പരിചയപ്പെടുത്തിയ അള്ളാഹുവിൽ മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നു എന്നതിന് രേഖ വേണം. എന്താ വേണ്ടത്? മക്കയിലെ മുശ്രിക്കുകൾ മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ, വിശുദ്ധ ഖുർആൻ പറഞ്ഞ അള്ളാഹുവിനെ കുറിച്ച്, അതായത് കേരളത്തിലെ സുന്നികൾ വിശ്വസിക്കുന്ന അള്ളാഹുവിനെ കുറിച്ച് മക്കയിലെ മുശ്രിക്കുകൾക്ക് അതേ വിശ്വാസമുണ്ടായിരുന്നു എന്ന് ഖുർആൻ കൊണ്ട് നിങ്ങൾ തെളിയിക്കണം, ഹദീസ് കൊണ്ട് നിങ്ങൾ തെളിയിക്കണം. അപ്പോ ഇനി ഞങ്ങൾ ഉത്തരം പറയുന്ന സന്ദർഭമാണ്.
ചോദ്യത്തിലേക്ക് എത്തിയില്ല എന്ന് പറഞ്ഞാൽ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്തിയില്ല എന്ന് തന്നെയാണ്. പിന്നെ രണ്ടായത്തോതി എന്ന് പറഞ്ഞു. ഇസ്രായേലിലെ ഒരായത്തും ഇതിനുസബ്ബിക്കുന്ന ആയത്തും രണ്ടിനും സമതിയത്തില്ല. ഞങ്ങളെ ചോദ്യത്തിന് ഉത്തരമില്ല. അതിന് ഞാൻ പറഞ്ഞു അതിന് ചോദ്യത്തിന് ഉത്തരമില്ല എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ മൂപ്പര് പറഞ്ഞ സമതിയത്ത് എന്ന വാക്ക് വേണമെന്നില്ല, സ്വന്തമായ ഉപദ്രവങ്ങളും ഉപകാരവും ചെയ്യാനുള്ള കഴിവ് എന്നാണ് സമതിയത്തിന്റെ അർത്ഥം. ശരി, മക്കയിലെ മുശ്രിക്കുകൾ അവരെ വിഗ്രഹങ്ങൾക്ക് സ്വന്തമായ ഉപകാരവും ഉപദ്രവം ചെയ്യാനുള്ള കഴിവ് കൽപ്പിച്ചിരുന്നു എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. സമതിയത്തിലെ വാക്കൊന്നും തെളിയിക്കണ്ട, നേരെ മറിച്ച് ഞങ്ങൾ തെളിയിക്കുകയും ചെയ്തു. ഉപകാരോപദ്രവം ചെയ്യാൻ കഴിയുകയില്ല എന്നവർ സമ്മതിച്ചിരുന്നുവെന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന റാദിയിൽ നിന്ന് തന്നെ ഞാൻ വായിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചോദ്യം ഇൻഷാ അല്ലാഹ് അടുത്ത സന്ദർഭത്തിൽ ഞങ്ങൾ ചോദിച്ചു കൊള്ളാം. ഇപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയുകയാണ്. മൂപ്പര് പറയാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയും എന്ന് ഞങ്ങൾ പറഞ്ഞു. അത് വലിയ പൊട്ടിച്ചിരിക്കാനുള്ള വിഷയമായിട്ടാണ് മൂപ്പര് പറഞ്ഞത്. ആർക്കാ അറിയാത്തത്? മുസ്ലിയാദെ നിങ്ങളൊന്ന് ദ്വാർക്കണം എന്ന് സാധാരണ പറയാറുണ്ട് അല്ലേ? എല്ലാവർക്കും അറിയാം. സാധാരണ അപേക്ഷയെ കുറിച്ച് അത് പറയാറുണ്ടോ? പറയാറില്ല. സാധാരണ നമ്മൾ പരസ്പരം ആ ഒരു 10 ഉറുപ്പ്യ കൊണ്ട് കൊണ്ടാ ഒരു ചായ എടുക്ക്, ഈ ചെരുപ്പൊന്ന് അങ്ങോട്ട് വെക്ക്, ഭാര്യനോട് പോയിത്തിരി കഞ്ഞു തരൂ. ഇതിനെക്കുറിച്ച് ആരും ദ്വാ എന്ന് പറയാറില്ല, പ്രാർത്ഥന എന്ന് പറയാറില്ല. ഒരു നിർവചനവും പറയാതെ 1400 കൊല്ലത്തോളം മുസ്ലിമീങ്ങൾ അത് വ്യക്തമായി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് പറയോ, ഇതാ ഒരു അഡ്മിഷൻ നടക്കുന്ന സന്ദർഭത്തിൽ അപേക്ഷാ ഫോറം പ്രിൻസിപ്പാളുടെ അടുത്ത് കിട്ടും, പ്രിൻസിപ്പാളോട് അപേക്ഷിക്കണം എന്നാ പറയാം, അവിടെ പ്രാർത്ഥിക്കണം എന്ന് പറയാറില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾക്ക് അറിയാവുന്നതാണ് പ്രാർത്ഥന, എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂവെന്ന് പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇവിടെ തെളിയിച്ചിട്ടുണ്ട്. അത് ശിർക്കാണ്. അള്ളാഹുല്ലാത്തോട് എന്ന് തുടങ്ങുന്ന ആയത്ത് സൂറത്ത് ഫാത്തിറിൽ ആയത്ത് ദാലികുമുല്ലാഹു റബ്ബുക്കും എന്ന മുതൽക്ക് ഞങ്ങൾ സൂറത്ത് ഫാത്തിറിൽ ആയത്തോതി ഇവിടെ സമർത്ഥിച്ചിട്ടുണ്ട്. അത് ശിർക്കാണെന്ന്. പിന്നെ ഞങ്ങൾ നടത്തുന്ന ഇസ്തിഗാസ ആരാധനയുടെ പരിധിയിൽ വരുമോ? വരുന്നത് തന്നെയാണ് നിങ്ങൾ നടത്തുന്ന ഇസ്തിഗാസ. കാരണം അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ മുഹയ്യദ്ദീൻ ശൈഖിനോടും അമ്പർത്ത തങ്ങളോടൊക്കെ ചോദിക്കുന്നത്. അതുകൊണ്ട് അത് ശിർക്ക് തന്നെയാണ്. കാരണം റസൂൽ വരുന്ന കാലത്ത് ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും അവിടുത്തെ ആളുകൾ ചോദിച്ചിരുന്നു രോഗം മാറ്റുവാനും ഹിദായത്ത് കിട്ടുവാനും അതുപോലെയുള്ള അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ. അതുകൊണ്ടാണ് വാദപ്രതിവാദ വ്യവസ്ഥകളിലൊക്കെ മുഹയ്യദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, മമ്പറത്തെ തങ്ങളെ സഹായിക്കണേ എന്നൊക്കെ നമ്മൾ ഉദാഹരണം എഴുതാറുള്ളത്. ഈ വാദപുദ്യത്തിൽ ഒരു സൗകര്യം കൂടിയുണ്ട്. സാധാരണ ഇസ്തിഗാസ ഇവിടെ ചർച്ചയല്ല. നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനയുടെ പര്യായമായ ഇസ്തിഗാസ. അഹമ്മദേ ആ ചെരുപ്പും എടുത്തോന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയുടെ പര്യായമായ ഇസ്തിഗാസയല്ല. ഭാര്യനോട് ഇന്നത്തിരി കഞ്ഞി തരുമെന്ന് വെച്ചാൽ പ്രാർത്ഥന പര്യായമായ ഇസ്തിഗാസയല്ല. അപ്പൊ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ, ഇന്ന് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്തിഗാസ, മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ, മമ്പറത്ത് തങ്ങളെ കാക്കണേ എന്ന് പറയുന്നത് അല്ലാഹുവല്ലാത്തോടുള്ള പ്രാർത്ഥനയാണ്. അത് ശിർക്കാണ്. അത് പരിശുദ്ധ ഖുർആനിൽ ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ ചോദ്യം, ഖുർആൻ പരിചയപ്പെടുത്തിയ അള്ളാഹുവിൽ മക്കാമുശികൾ വിശ്വസിച്ചിരുന്നോ? ഖുർആനിൽ പറയുന്ന നമ്മൾ ഒക്കെ വിശ്വസിക്കുന്ന ഈമാനിന്റെ എല്ലാ സിഫത്തും മൊത്തം ഈമാൻ അവർക്ക് ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് വാദമില്ല. അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അല്ലാതെ നിങ്ങൾ പറയുന്ന വാജിബായ 20 സിഫത്തും മുസ്തഹിലായ വേറെ കുറെ സിഫത്തും ജായിസായ സിഫത്തൊന്നും വിശ്വസിച്ചെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് അങ്ങനെ വാദവുമില്ല. പക്ഷെ അള്ളാഹുവാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്, അവനാണ് പരമാധികാരി, അവനാണ് ഭക്ഷണം നൽകുന്നവൻ, അവനാണ് നമുക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ എന്ന വിശ്വാസം മക്കാ മുശ്രിക്കുകൾക്കുണ്ടായിരുന്നുവെന്ന് ആയത്തുകൾ ഉദ്ധരിച്ച് ഞങ്ങൾ സമർത്ഥിച്ചു. വമാ യുഅ്മിനു അക്തറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അവരിൽ അധികം ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് അവർ അള്ളാഹുവിൽ ശിർക്ക് വെക്കുന്നവരായിക്കൊണ്ടാണ്. അപ്പൊ ശിർക്ക് കലർന്ന വിശ്വാസമാണ് അവർക്കുണ്ടായിരുന്നത്. നിങ്ങൾക്കുള്ളതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ മണ്ഡല പക്ഷെ ശിർക്ക് കലർന്ന വിശ്വാസമാണ്. അത് ഞങ്ങൾ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ 3 ചോദ്യങ്ങൾക്കും ഞാനിവിടെ മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഖുർആൻ പരിചയപ്പെടുത്തിയ അള്ളാഹുവിൽ മക്കാ മുശ്രിക്കുകൾ വിശ്വസിച്ചിട്ടില്ല. നിങ്ങൾ ചെയ്യുന്ന ഇസ്തിഗാസ ആരാധനയുടെ പരിധിയിൽ വരുന്നതാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അതാകുന്നു ആരാധന. പ്രാർത്ഥന മാത്രമാണ് ആരാധന എന്ന് അല്ലാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചു. ആ പ്രാർത്ഥനയാണ് നിങ്ങൾ ബദരീങ്ങളോടും അമ്പർത്ത തങ്ങളോടും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ശിർക്കാണ്. അതുകൊണ്ട് നിങ്ങൾ ഇസ്തിഗാസ എന്ന് ഓമന പേരിട്ടത് കൊണ്ട് അത് ശിർക്കാവുകയില്ല. അതുകൊണ്ടാണ് വാദപ്രതിവാദ വ്യവസ്ഥയിൽ ഞങ്ങൾ എഴുതിച്ചത് പ്രാർത്ഥന അത് ശിർക്കല്ല എന്ന് നിങ്ങൾ ഇവിടെ വാദിച്ചത് കൊണ്ട് അത് ശിർക്കല്ലാതാവുകയില്ല. അത് ശിർക്ക് തന്നെയാണ്. അത് ഞങ്ങൾ ആയത്തുകൾ ഉദ്ധരിച്ച് സമർത്ഥിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥന എന്താണെന്നും അത് ആരോടാണ് നടത്തേണ്ടതെന്നും ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തെളിയിച്ചത് നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ഈ പ്രാർത്ഥനയാകുന്ന ഇസ്തിഗാസ ശിർക്കാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. അത് ഞങ്ങൾ വ്യക്തമായും തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് 3നും ഞാൻ മറുപടി പറഞ്ഞിട്ടുമുണ്ട്. ഞങ്ങളുടെ ചോദ്യം ചോദിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങളത് തെളിയിക്കും. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന മക്കാ മുശ്രിക്കുകൾ അവരുടെ ബിംബങ്ങൾക്ക് മൗലവി സാഹിബ് ചോദിച്ച ഊക്കില്ല മറുപടി പറയുമ്പോ വയനാട്ട് കല്യാണത്തോടെ ഊക്കിലപ്പുള്ളത് ആ പഴയ ഊക്ക് ഇപ്പൊ കാണാനില്ല.
ചോദ്യം ചെല്ലുമ്പോൾ മറുപടി ഇല്ല മൗലവി സാഹിബേ. ഞങ്ങൾ